Hey guys, welcome back. This is me, Brahma. So, ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ആയിട്ട് വന്നിരിക്കുന്നത് അതായത് DJI 360 ക്രിയേറ്റീവ് കോംബോ. സോ അതിന് മുമ്പ് നമ്മൾ 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ FX5 കുറിച്ചിട്ട്. ആക്ച്വലി ഞാൻ അതിൻ്റെ അകത്ത് കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞു. അത് അത്യാവശ്യം എല്ലാവരും നോട്ടീസ് ചെയ്തു. താങ്ക് യു. ഞാനപ്പോൾ അത് എന്തുകൊണ്ടാണ് ഒരു വീഡിയോ വേറെ ഇടാത്തത് എന്ന് വെച്ചാൽ എനിക്ക് ക്യാമറ കിട്ടിയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ്. ഞാനപ്പോൾ ക്യാമറ ആക്ച്വലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ ഞാൻ അതിനെക്കുറിച്ചുള്ള ലൈവ് പ്രിവ്യൂസും എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ അതിനെക്കുറിച്ചുള്ള വീഡിയോ ചെയ്യാം. സോ താങ്ക് യു ഫോർ യുവർ കമൻറ്റ്സ് ആൻഡ് ഓൾ. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് റിപ്ലൈ വീഡിയോ ഇടണമെന്നുണ്ടായിരുന്നു. പക്ഷേ ക്യാമറ കിട്ടിയിട്ട് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ അത് ഒന്നും ചെയ്യാഞ്ഞത്. സോ അപ്പോൾ ഇന്ന് നമ്മൾ DJIയുടെ 360 എന്ന് പറഞ്ഞ ക്യാമറ നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ യൂസ് എന്താണെന്നും എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്നുള്ളതും ഇതെല്ലാം പറഞ്ഞുതരാം. ആൻഡ് വൺ മോർ തിങ്, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നിക്കോൺ ZR-ലാണ്. നിക്കോൺ ZR-ൻ്റെ റെഡ് റോയിൽ എങ്ങനെ എന്തെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് N-Log 2K-ലാണ് ചെയ്യുന്നത്. 6K-ൽ റെഡ് റോയിൽ വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് എന്നുള്ളതും നമുക്ക് ഈ വീഡിയോയ്ക്കകത്ത് ലാസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് നേരെ അൺബോക്സിലേക്ക് പോവാം. ന്യൂൺ എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. എനിക്ക് ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 1600 സംതിങ് ആയി. 1600 ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് നാട്ടിലൊരു 35,000-40 രൂപയ്ക്ക് അടുപ്പിച്ച് 30 സംതിങ് എങ്ങാണ്ടായെന്ന് തോന്നുന്നു. ഡോണ്ട് നോ അബൌട്ട് ദാറ്റ്. നോക്കണം. 1600 dirhams ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കിക്കോ ജസ്റ്റ് എത്ര രൂപ എന്നുള്ളത്. ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഒരു 1.2 മീറ്ററിൻ്റെ ഒരു സ്റ്റിക്ക് വരുന്നുണ്ട്, ഇൻവിസിബിൾ സ്റ്റിക്ക് വരുന്നുണ്ട്, പിന്നെ എക്സ്ട്രാ 3 ബാറ്ററീസ് വരുന്നുണ്ട്, പിന്നെ നമ്മുടെ ബാറ്ററി കേസ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിലുള്ളത്. ഓക്കെ, പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് 8K 360 10-bit D-Log ഷൂട്ട് ചെയ്യാൻ നമുക്ക്. പിന്നെ 1 ഇഞ്ചിൻ്റെ സെൻസറാണ്. അത് അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന 1 ഇഞ്ചിൻ്റെ സെൻസറാണ്. 120 MPSൻ്റെ 360 ഫോട്ടോസ് എടുക്കുക, അതുകൊണ്ട് പിക്ചേഴ്സ് എടുക്കാനും അടിപൊളിയായിരിക്കും. ഓക്കെ, സോ പനോരമിക് ഷോട്ട് 4K-ൽ 120 FPS നല്ല പനോരമിക് വീഡിയോസും നമുക്ക് ഒറ്റ ഇതിൻ്റെ തന്നെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ആർക്കാണ് ഉപയോഗം വരുന്നത് എന്ന് വെച്ചാൽ സംഭവം അത് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഈ സാധനം അൺബോക്സ് ചെയ്തിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റിവ്യൂയിലേക്ക് പോവാം. ഓക്കെ, സോ അപ്പം ഫോക്കസ് ആവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ അപ്പം നമുക്കാദ്യം ഇത് ലൈറ്റായിട്ടൊന്ന് അൺബോക്സ് ചെയ്യാം. സ്കീറി എടുത്തിരിക്കുന്നു. പനിയാണ് ഗൈസ്. സോ യെസ്, അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഒന്ന് മാറ്റാം. സോ അപ്പോൾ ഇത്ര സാധനമാണ് വന്നിരിക്കുന്നത്. ഓക്കെ, കുറേ ബോക്സസ് അടുക്കി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പുറത്തെടുക്കാം. ഒരു ബോക്സ് ഫോക്കസ് ആയിരിക്കുമല്ലേ? ഇല്ലേ? ഓക്കെ, പിന്നെ രണ്ടാമത്തെ ബോക്സ്, പിന്നൊരു സെൽഫി സ്റ്റിക്ക്. സോ ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലായിരിക്കുന്നത് എൻ്റെ കയ്യിൽ DJI Action 4 ആയതുകൊണ്ട് എനിക്ക് ഒരു ഡൗട്ട്. ഇനി ഇതിൻ്റെ ബാറ്ററി സപ്പോർട്ട് ചെയ്യും, പക്ഷേ എൻ്റെ മറ്റേതിൽ വരുന്നത് ഏകദേശം 170 സംതിങ് ആണ് വരുന്നത്. ഇതിനകത്ത് 190 സംതിങ് ആണ് വരുന്നത്. 1900 സംതിങ് ആണ് വരുന്നത് ഇതിൻ്റെ ബാറ്ററി. സോ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഓക്കെ, ഓൾറെഡി നിങ്ങൾ ഈ പറഞ്ഞ Action 5 അല്ലെങ്കിൽ DJI Action 6 ഒക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ക്യാമറ ബാക്കി യൂണിറ്റ് മാത്രം വാങ്ങിച്ചാൽ സ്റ്റിക്കൊക്കെ നിങ്ങൾക്ക് അതിനോട് കാണും. ഓൾമോസ്റ്റ് എൻ്റെ കയ്യിൽ സ്റ്റിക്കെല്ലാം ഉണ്ട് മറ്റേതിൻ്റെ. പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ഡൗട്ട്, ഈ പറഞ്ഞ ബാറ്ററി സപ്പോർട്ട് ചെയ്തില്ലെങ്കിലോ. അത്യാവശ്യം ക്വാളിറ്റിയുള്ള നല്ലൊരു സ്റ്റിക്കാണ് ഇപ്പോൾ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നത്. സോ ഇതൊരു ചെറിയതുണ്ട്, അങ്ങനെ കൂടിക്കളയാം ലാസ്റ്റ്. ഓക്കെ, സോ നമ്മളുടെ ക്യാമറ അതെ ഇതാണ് നമ്മുടെ ക്യാമറ. വാവ്, സാറ്റിസ്ഫാക്ഷൻ സൗണ്ട്. വരുന്നില്ലേ? വാ, നമുക്കെന്താ പറയുക, ഒരു USB-C ടൈപ്പ് ഇത് പോർട്ട് വരുന്നുണ്ട്. ഓക്കെ, അത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഊരിക്കളയാം. ഇവിടെ ഒരു സാധനമുണ്ട്, അത് ഊരിക്കളയാം. പിന്നെ ഉള്ളത് യെസ്, ബാറ്ററി സ്ലോട്ടും മെമ്മറി കാർഡ് സ്ലോട്ടും ഇവിടെ തന്നെയാണ് വരുന്നത്. ചെറിയ മൈക്രോ SD ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഇൻബിൽട്ടായിട്ട് ഒരു 100 സംതിങ് എത്ര സ്റ്റോറേജ് ഉണ്ട്. അത് ഞാൻ കറക്റ്റ് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ അപ്പോൾ ഇത് വരുന്നത്. നമുക്ക് ഇങ്ങനെ അറ്റാച്ച് വേണമെങ്കിൽ ചെയ്യാം. അത് കൂടാതെ മാഗ്നറ്റിക് ഫീൽഡ് വരുന്നുണ്ട്. അത് എന്തായാലും ഞാൻ അറ്റാച്ച് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ DJI Action 4 ഞാൻ വെച്ച് കമ്പയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ ഇതാണ് ക്യാമറ. ഇത്രയേ ഉള്ളൂ സംഭവം.
360 ക്യാമറ. ഇവിടെ 4K ആണ് വരുന്നത്, ഇവിടെ 4K ആണ് വരുന്നത്. ഇതൊരു 8K ക്യാമറയാണ്. ഓക്കെ, 1 ഇഞ്ച് സെൻസർ ഇവിടെയും വരുന്നുണ്ട്, 1 ഇഞ്ച് സെൻസർ ഇവിടെയും വരുന്നുണ്ട്. സോ ദിസ് ഈസ് ഇതാണ് DJI 360. കണ്ടോ, 2 ക്യാമറ വരുന്നുണ്ട്, ഇവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട്, ഇവിടെ ഡിസ്പ്ലേ വരുന്നുണ്ട്. ഇതാണ് വരുന്നത്. നമുക്കിത് മാറ്റി വെക്കാം. ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലുണ്ടോ? ഇതിൽ വേറൊന്നുമില്ല. ഓക്കെ, അടിയൊന്നുമില്ല. ഇതിൽ എന്തൊക്കെയോ ഉണ്ട്. ഫസ്റ്റ് ബുക്കും പേപ്പറും എല്ലാ DJI പ്രോഡക്റ്റിൻ്റെയും കൂടെ അവർ തരുന്നൊരു സ്റ്റിക്കർ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. സോ അതെനിക്ക് ആവശ്യം വരും. ഞാൻ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് ഒട്ടിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ ലാപ്ടോപ്പിലായിരുന്നു മറ്റേൻ്റെ ഒട്ടിച്ചിരുന്നത്. അപ്പം ഇത് എവിടെയെങ്കിലും നമുക്കെടുത്ത് ഒട്ടിക്കാം. ബുക്കും പേപ്പറും മാനുവൽ, വാറണ്ടി കാർഡ്, സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. സ്റ്റിക്കർ ഞാൻ എൻ്റെ ക്യാമറയിൽ ഒട്ടിക്കും. സോ പിന്നെ വരുന്നത് ഇതാണ്. ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. ഓക്കെ യെസ്, നല്ലൊരു ബാഗ്. ഇതിൻ്റെ കൂടെ നല്ലൊരു ബാഗ് വന്നിട്ടുണ്ട്. ബാഗിൻ്റെ അകത്ത് എന്തോ ഇരിക്കുന്ന പോലെ തോന്നുന്നു, എന്തോ അറിയത്തില്ല ഓടെ. യെസ്, ബാഗിൻ്റെ അകത്ത് ഒരു C2C കേബിൾ വരുന്നുണ്ട് കണ്ടോ. പിന്നെ ഇതാണ് നമ്മുടെ മാഗ്നറ്റിക്, അതായത് നമ്മുടെ ട്രൈപോഡിൽ ഈ സ്റ്റിക്ക്, ഇൻവിസിബിൾ സ്റ്റിക്കിൽ നമ്മൾ കൊടുക്കേണ്ട ഒരു മാഗ്നറ്റിക് സംഭവം. ഇങ്ങനെ വെച്ച് വെക്കുക, ഇവിടെ ഞെക്കുക, ജസ്റ്റ് ചെയ്യുക, എന്നിട്ട് ഈ സ്റ്റിക്ക് തമ്മിൽ ഇതിൻ്റെ അകത്ത് കണക്ട് ചെയ്ത് വെക്കുക. സോ നമുക്ക് പെട്ടെന്ന് നമുക്ക് ടാച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ 2 ക്ലിക്ക് ചെയ്യുക, ഇവിടെ 2 ക്ലിക്ക് ചെയ്യുക, ഊരിയെടുക്കുക. മാഗ്നറ്റ് കേട്ടോ, ജസ്റ്റ് പഠിച്ചതാ ഉണ്ടോ. യെസ്, അറ്റാച്ച് ചെയ്യാം, സിമ്പിൾ. ഓക്കെ, നമുക്കൊരു ബാഗിൽ തന്നെ സിൽക്ക ജെൽ ലൈക്ക് ഒരു ക്ലോത്ത് വരുന്നുണ്ട്. ഓക്കെ, നല്ലൊരു ക്ലോത്താണ് തുടയ്ക്കാനൊക്കെ ആയിട്ട്. ബാഗ് നല്ല ക്വാളിറ്റി ബാഗ്, സീരിയസ്ലി. നമുക്ക് ക്യാമറ എടുത്ത് വെച്ചിട്ടൊക്കെ പോവാം. ഇങ്ങനെയും വെക്കാം, ഇങ്ങനെയല്ല വെക്കേണ്ടത്, ഞാൻ ചുമ്മാ കാണിക്കുകയാണ്. ആണെങ്കിൽ ഇങ്ങനെയും നമുക്ക് വെക്കാം. ഇതിൻ്റെ ആവശ്യമായിരുന്നില്ല. ഓൾറെഡി നമുക്ക് അതിൻ്റെ കൂടെ എന്താ പറയുക, അതിൻ്റെ ഒരു സേഫ്റ്റി അതിൻ്റെ അകത്ത് വരുന്നുണ്ടെന്ന് എൻ്റെ ഒരു വിചാരം. അടുത്തതാണ് നമ്മുടെ ബാറ്ററി കേസ്. പാക്കിങ് പൊട്ടിക്കുന്നത്. ഓക്കെ യെസ്, അപ്പോൾ ഇത് ചാർജ് ചെയ്യണം നമുക്ക്. സംഭവം വേണ്ട, ബാറ്ററി. ഇത് നമ്മുടെ ആക്ഷൻ 4ൻ്റെ അകത്തും സെയിം ഇതേപോലത്തെ ഒരു സംഭവത്തിലാണ് വരുന്നത്. നമുക്കൊരു 3 ബാറ്ററി വരുന്നുണ്ട്. സോ അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം. ലാസ്റ്റ് അത് പറഞ്ഞ ചേരുമെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇത് വാങ്ങിച്ചത് നഷ്ടമില്ല, ജസ്റ്റ് ലൈക്ക് ഇരിക്കട്ടെ, ഇൻ ഫ്യൂച്ചർ ആവശ്യം വരും. ഓക്കെ, ഇത്രയേ ഉള്ളൂ ബാഗിൽ. ഇതിൻ്റെ ഒരു സാധനം കൂടെ നോക്കട്ടെ. ഓക്കെ, റബ്ബറിൻ്റെ. ഓക്കെ, നമ്മുടെ ക്യാമറ സേഫ്റ്റി ആയിട്ട് വെക്കാൻ വേണ്ടി ഒരു സേഫ്റ്റി കവറാണ്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു സേഫ്റ്റി കവറാണ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വെക്കുക, അറ്റാച്ച് ചെയ്യുക. യെസ്, കഴിഞ്ഞു. നമ്മുടെ ക്യാമറ സേഫ്റ്റി ആയി. വേണ്ട, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതൊക്കെയാണ് അൺബോക്സിങ്. ഇത്രയൊക്കെയുള്ള സാധനങ്ങൾ. യെസ്, എനിക്ക് പനിയായി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. കാരണം ഞാൻ മൂക്കൊലിപ്പിച്ചൊലിപ്പിച്ചാണ് പറയുന്നത്. പക്ഷേ കുറേ നാളായി നമ്മൾ വീഡിയോ ചെയ്തിട്ട്, അതുകൊണ്ട് ചെയ്യാമെന്ന് വെച്ചിട്ടിട്ടേ. അപ്പം ഇതാണ് അൺബോക്സിങ് കണ്ടില്ല. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ നമുക്കൊന്ന് ബാറ്ററി ഇട്ട് നോക്കാം. ലൈക്ക് എന്താ പറയുക, ഇത് ചാർജ് ചെയ്യണം. ചാർജ് ചെയ്തിട്ട് ജസ്റ്റ് ഞാൻ ഒന്ന് ഇട്ട് ജസ്റ്റ് നോക്കാം നമുക്ക്. അപ്പം ഈ സേഫ്റ്റി ഇത് കൊള്ളാം. ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഈ ട്രാവലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് എപ്പോഴും എടുത്ത് ബാഗിൽ വെക്കാനോ അല്ലെങ്കിൽ സ്റ്റിക്കായിട്ട് ഡിസ്ചാർജ് ചെയ്യാനൊക്കെ സ്റ്റിക്ക് മാറ്റിയിട്ട് എപ്പോഴും നമുക്ക് എടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. അപ്പം എന്താ പറയുക, ഇത് ഒരു ഗുണമാണ്, പ്ലസ്സാണ്. പക്ഷേ ഇതിൽ വരുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ ഇത് നമുക്ക്, ഞാൻ ഒരുപാട് നോക്കിയപ്പോൾ നമുക്ക് ഈ ലെൻസ് നമുക്ക് പേഴ്സണലി മാറ്റാൻ പറ്റില്ല. ഇവിടുത്തെ എന്തെങ്കിലും നമ്മൾ ഈ ഭയങ്കര ആക്ഷൻ ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ലെൻസ് ഡിറ്റാച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കുള്ള ഷോട്ടാണ്. ഈ ലെൻസിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് നോക്കണം, കെയർഫുൾ ആയിരിക്കണം ക്യാമറ. അപ്പം Insta360 ആണ്. ഇപ്പോൾ Insta360 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അവർ എക്സ്ട്രാ ഇത് തരുന്നുണ്ട്, ഈ സാധനം മാറ്റാനായിട്ട്. അപ്പം ഇത് എനിക്ക് അങ്ങനത്തെ ഒരു അതൊരു ഡിസഡ്വാൻറ്റേജ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ആയിരിക്കാം. കാരണം ഓരോരുത്തർ യൂസ് അനുസരിച്ചിട്ട് നിങ്ങൾ ഭീകരമായിട്ടുള്ള 360 ഒക്കെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ്, കെയർഫുൾ ഇല്ലാതെ ഇങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ
ചിലപ്പോൾ അത് നിങ്ങൾക്ക് പ്രശ്നമാകും. കാരണം നിങ്ങളത് ഷോറൂമിൽ കൊടുത്തിട്ട് മാത്രമേ നിങ്ങൾക്ക് അത് മാറ്റാൻ പറ്റൂ. നിങ്ങൾക്ക് ഈ പറഞ്ഞ പേഴ്സണലി ഇത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ പറ്റില്ലെന്നല്ല, പറ്റും, ഇച്ചിരി കഷ്ടപ്പാടായിരിക്കും ആ സാധനം മാറ്റുക. പ്രൊഫഷണലായിട്ടുള്ളവർ മാറ്റില്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ കംപ്ലയിൻസ് ആക്കി കളയണ്ട. പക്ഷേ ഇൻസ്റ്റയ്ക്കകത്താണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റാൻ പറ്റും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ ഒരു പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട് ഇതിൽ. ലൈക്ക് നമുക്ക് തേർഡ് പാർട്ടി ആയിട്ട് പ്രൊട്ടക്ഷൻ വാങ്ങിക്കാൻ പറ്റും. ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് ഫുൾ കേസായിട്ടൊക്കെ മാറ്റിയിടാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ചുമ്മാ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ അകത്ത് ഓൾറെഡി ഇൻബിൽട്ടായിട്ട് സ്റ്റോറേജ് വരുന്നതുകൊണ്ട് തന്നെ നിങ്ങളിപ്പം മെമ്മറി കാർഡൊക്കെ എടുക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. യെസ്, ലൈറ്റ് കത്തിയിട്ടുണ്ട്, റെഡ് ലൈറ്റ്. സോ ബാറ്ററി ഇട്ടപ്പോൾ ഓക്കെ. എന്താണ്ട് ചൈനയിൽ എന്താണ്ട് കാണിച്ചിരിക്കുന്നു, കാണുന്നുണ്ടോ? എന്താണ്ട് ചൈനയിൽ എന്തോ കാണിച്ചിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഐ ഡോണ്ട് നോ, ഇത് ചൈനയിലാണ് കാണിച്ചിരിക്കുന്നത്. ചൈന ജപ്പാനെങ്ങാണ്ട് കാണിച്ചിരിക്കുന്നത്. സംഭവം ഡേറ്റ് ആൻഡ് ഡേ കാണിച്ചിട്ടുണ്ട്. 25 അല്ലേ, 26 ഓക്കെ. ഡേറ്റും ബാക്കി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞാൻ വരാം. ഇതിൻ്റെ അകത്ത് കുറച്ച് സെറ്റപ്സ് ഒക്കെ ചെയ്യണം. ഇതിൽ കുറച്ച് സെറ്റപ്സും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് ഞാൻ വരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ക്യാമറയുടെ സെറ്റപ്പ് റെഡിയായി. നേരത്തെ ചൈനയിലായതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ രീതിയിൽ എന്തോന്നും മനസ്സിലായില്ല. ജപ്പാനിലും കണ്ടായിരുന്നു, ഐ തിങ്ക് ജപ്പാനെന്ന് തോന്നുന്നു, ജപ്പാനും ചൈനയും കണ്ട. സോ അപ്പോൾ നമ്മുടെ ക്യാമറ ഓണാക്കിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണും ഫോക്കസ് ആകും. സോ അപ്പം എന്നെ കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ ക്യാമറ ഓണായിരിക്കുകയാണ്. ഇതിൽ 1 ഇഞ്ച് സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും 1 ഇഞ്ച്, ഇവിടെയും 1 ഇഞ്ച്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് സാധാ ഒരു ആക്ഷൻ ക്യാമറ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം, 360 ആയിട്ട് ഉപയോഗിക്കാം. സോ അപ്പം എന്താ പറയുക, ഇത് നമുക്കൊരു വെർത്താണ് സംഭവം. സ്റ്റിച്ച് ചെയ്തിട്ട് ഈ സംഭവം ഇവിടെ തന്നെ നമുക്ക് സ്ട്രോൾ ചെയ്യാൻ പറ്റും. ലൈക്ക് ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ട്രാവലിംഗ് ബ്ലോഗർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകുന്ന സമയത്ത് 360 വ്യൂ എടുക്കാം. അപ്പോൾ ഇത് ഇവിടെ ഈ 2 പോർഷൻ ഇതുണ്ടോ, ഇത് രണ്ടും കൂടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യും. ഇതൊരു വൈഡ് പാനോരമിക് ലെൻസാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, വൈഡ് ലെൻസാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ഇവിടം വരെ 4Kയും ഇവിടുന്ന് ഇവിടം വരെ 4Kയും വെച്ചിട്ട് ഈ ഒരു പോർഷൻ, ഇവിടെ ക്യാമറ ഇല്ലല്ലോ, ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യും. അതിനുശേഷം ഇതൊരു 360 ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അപ്പോൾ ഇത് വെർത്താണോന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യക്കാർക്ക് എടുക്കാം, ആവശ്യമില്ലാത്തവർക്ക് ചുമ്മാ എനിക്ക് കാശ് കളയേണ്ട ആവശ്യമില്ല. എനിക്കിത് എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനും എനിക്കിത് ഉപയോഗം വരുന്നത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് എടുത്തിരിക്കുന്നത്. അല്ലാതെ എനിക്ക് ചുമ്മാ ആഡംബരത്തിന് വേണ്ടി എടുത്ത് ഷോ ആണെങ്കിൽ എൻ്റെ ഈ സാധനം കൊണ്ട് ഇതുണ്ട് അതൊന്നുമല്ല. ഇതെനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിനും എനിക്ക് ക്യാമറ ആവശ്യമുണ്ട്. സോ അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് ട്രാവലേഴ്സിന് എടുക്കാം, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നവർക്ക് എടുക്കാം, ആക്ഷൻ 360. കാരണം പല രീതിയിലും പല ഷോട്ടുകളും നമ്മൾ നല്ലൊരു ക്രിയേറ്റർ ആകുമ്പോൾ പല രീതിയിലുള്ള ഷോട്ട് എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് ഒരു മെയിൻ ഇതാണ്. ഓക്കെ, ഇനി അതൊക്കെ പോട്ടെ. ഇനി ഞാൻ R3Dയിൽ നമ്മുടെ നിക്കോൺ ZR-ൽ ഇതുവരെ എടുത്തിരുന്നത് 2Kയിൽ N-Log-ലാണ്. ഇനി ഞാൻ റെഡ്രോയിൽ ഷൂട്ട് ചെയ്ത് കഴിയുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് ഞാൻ ഇതുവരെ സംസാരിക്കാം. ഞാനൊരു കുറച്ച് ക്ലിപ്സ് ഞാൻ ഇനി അടുത്ത് സംസാരിക്കാൻ പോകുന്നത് ഞാൻ അങ്ങനെ കൂടെ കാണിച്ചു തരാം. ഇതിലുള്ള ക്ലിപ്സ് ഞാൻ ഈ ഒരു സൺഡേ ഞാൻ കുറച്ച് ഔട്ട്ഡോർ പോകുന്നുണ്ട് എൻ്റെ ഒരു ഔട്ട്പുട്ട് കാണിക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ അതിൻ്റെ സിനിമാറ്റിക് വീഡിയോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു സംഭവം വേറെ ചെയ്യാം. ലൈക്ക് റെഡ്രോ എങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, ഞാൻ എടുക്കുന്നത് റെഡ്രോയിലാണ്. ഇത് ക്രോപ്പ് അല്ല, നേരത്തെ ഞാൻ എൻ്റെ 24-ലെ ലെൻസായിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് വലിയ സെറ്റിങ്സ് ചേഞ്ചസ് ഒന്നും വരുത്തിയിട്ടില്ല. സെയിം സാധനം തന്നെ റെഡ്രോയുടെ സെറ്റിങ്സ് മാറ്റി 6K 24 ഫ്രെയിംസിൽ ഇട്ടിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇത്രയും വൈഡ് കാണിച്ചത്. നേരത്തെ ഞാൻ ക്രോപ്പ് ആയിട്ട് എൻ്റെ ലൈറ്റ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര ലൈറ്റ് സെറ്റപ്പ് ഒന്നും ചെയ്തിട്ടില്ല, വളരെ സിമ്പിളായിട്ടൊന്നും എടുത്തിട്ടേ ഉള്ളൂ. ഒറ്റ ലൈറ്റ്, നമ്മുടെ സിയൂണിൻ്റെ മറ്റേ ഗോഡക്സിൻ്റെ സ്റ്റിക്ക് ലൈറ്റ് പോലത്തെ വേറെ ലൈറ്റ്, അതുകൊണ്ട് ഒരു സ്റ്റിക്ക്, ഈ ലൈറ്റ് മാത്രമേ ഞാനിവിടെ വെച്ചിട്ടുള്ളൂ. അതിൻ്റെ ഒരു ഗ്ലെയർ അടിക്കുന്നുണ്ട്. സോ ഗ്ലെയർ വേണേൽ കട്ട് ചെയ്യാം. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു സുഖം കാണില്ല, അതുകൊണ്ടാണ് ഞാൻ ആ പോർഷനിൽ കൊണ്ട് വെച്ചത്. അപ്പം ഞാൻ നേരത്തെ സെറ്റിങ്സ് ഞാൻ പറഞ്ഞില്ലേ മാറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഒരു ഗ്ലെയർ. ഓക്കെ, ഇപ്പം അത്യാവശ്യം ഓക്കെ ആണെന്ന് തോന്നുന്നു. ഗ്ലെയർ കട്ടായി. അപ്പം ഇത് ഞാൻ എടുക്കുന്നത് റെഡ്രോയിലാണ്. സോ അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഞാനിത് റെഡ്രോയിൽ ജസ്റ്റ് റോയിൽ എടുക്കുക. ഞാൻ പിന്നെ അത് കളർ ഗ്രേഡ് ചെയ്തിട്ട് ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്തേക്കുന്നത്. സോ അപ്പം ഞാനിപ്പോഴേ ഒരു മെമ്മറി കാർഡ് വാങ്ങിച്ചത്, അത് 512 GB. കാരണം 28,000 റുപ്പീസായി ഞാനിപ്പം ഈ മെമ്മറി കാർഡ് വാങ്ങിച്ചതിൻ്റെ അകത്ത്. അത് 512 GB. ലൈക്ക് എന്ത് വില കേട്ടോ, ഭയങ്കര വില. അപ്പം നിങ്ങൾ ക്യാമറ എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ മെമ്മറി കാർഡിൻ്റെയൊക്കെ റേറ്റ് ആലോചിക്കുക.
അപ്പം ഇത് അത്യാവശ്യം സ്പീഡുള്ള മെമ്മറിക്കാണ്. 512 GB എടുത്തിട്ട് തന്നെ 6K 60 FPS വരുമ്പം എനിക്ക് ഏകദേശം 17 മിനിറ്റ് മാത്രമേ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം എനിക്കൊരു 42 മിനിറ്റ്സ് ഷൂട്ട് ചെയ്യാൻ 6K 24 ഫ്രെയിംസിലിടുന്ന സമയത്ത് എനിക്കൊരു 42 മിനിറ്റോളം ഷൂട്ട് ചെയ്യാം. അപ്പം ഇത് അത്യാവശ്യം ഫാസ്റ്റ് മെമ്മറി കാർഡാണ്. അപ്പം ഇതാണ് നമ്മുടെ എന്താ പറയുക ക്യാമറ. ഇതെന്തോ എഴുതി കാണിച്ചേക്കുന്നല്ലോ. ഓക്കെ, 105 GB നമുക്ക് ഇൻബിൽട്ടായിട്ട് ഷൂട്ട് ചെയ്യാം. അതിൻ്റെ അകത്തൊരു 30 M പനോരമിക് ഫോട്ടോസ് നമുക്കിതിൽ ഷൂട്ട് ചെയ്യാൻ പറ്റും, ക്ലിക്സ് എടുക്കാൻ പറ്റും, പിക്ചേഴ്സ്. ഇപ്പോൾ അല്ലാതെ ടോട്ടൽ നമുക്കൊരു 105 GB ആണ്. 105 GB നമുക്ക് സ്റ്റോറേജ് ഈ ക്യാമറയിൽ കാണിക്കാൻ. ഞാൻ ഫോക്കസൊക്കെ പിടിച്ചു വരുമ്പോഴത്തേക്ക് സമയത്തിൽ ഓക്കെ 105 GB നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മുടെ ക്യാമറയിൽ നമുക്ക് പ്രോഡക്റ്റ് മോഡ് എന്ന് പറഞ്ഞാൽ മോഡിടാം. അതിട്ട് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ പട്ടപ്പടയിൽ നിന്ന് എടുക്കാം. ഞാൻ പിന്നെ അതൊന്നും ഇട്ടിട്ടില്ല, ജസ്റ്റ് അല്ലാതെ ഷൂട്ട് ചെയ്യുക. സോ അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതൊരു ചെറിയൊരു അൺബോക്സിംഗ് ആയിരുന്നു. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. സ്റ്റേ ട്യൂൺ ആൻഡ് കീപ് വാച്ചിങ്. സോണി FX5 നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയതിന് ശേഷമുള്ള റിവ്യൂ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഇസ് മീ ബ്രഹ്മ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ഒരുപാട് സംസാരിച്ചു, ഒരുപാട്. എനിക്ക് വയ്യ, തൊണ്ടയൊക്കെ വയ്യ, പനി. അതുകൊണ്ട് എന്തായാലും എല്ലാവരും കാട്ടിക്കൂട്ടല. ഓക്കെ, ബൈ ഗൈസ്.